ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ ഡിലേനെ പറ്റിയിട്ടാണ്. സോ വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തവരാണ് നിങ്ങളെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ നമുക്കുണ്ടാവും. ഒന്ന് സോഫ്റ്റ് കോപ്പി, അതുപോലെ ഹാർഡ് കോപ്പി. സോഫ്റ്റ് കോപ്പി ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ സമയത്ത് ചെറിയൊരു ഡിസ്കൗണ്ട് നമ്മുടെ എമൗണ്ടിലുണ്ടാവും, അഡ്മിഷൻ ഫീൻ്റെ എമൗണ്ടിലുണ്ടാവും. സോഫ്റ്റ് കോപ്പി ഓപ്റ്റ് ചെയ്ത ആൾക്കാർ പിന്നെ ഹാർഡ് കോപ്പി വീട്ടിലോട്ട് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരിക്കലും ഇരിക്കരുത്. അവർക്ക് ഹാർഡ് മെറ്റീരിയൽസ് വരുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഇഗ്ന്യൂഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ഇഗ്ന്യൂഷ് ആപ്പ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോൻ്റെ സൈറ്റ് കയറിയാൽ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നോക്കി പഠിക്കേണ്ടതാണ്. ഇനി ഹാർഡ് കോപ്പി ഓപ്റ്റ് ചെയ്തവർ അവർ ഫീ കുറച്ച് കൂടുതലായിരിക്കും. സോഫ്റ്റ് കോപ്പി ഓപ്റ്റ് ചെയ്തവരെക്കാട്ടിലും കുറച്ചുകൂടി ഫീ ഉണ്ടാവും. അവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 2 to 3 months നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. പോസ്റ്റ് വഴി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഹാർഡ് കോപ്പി ഓപ്റ്റ് ചെയ്തവർ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് നോക്കാനായിട്ട് നമ്മുടെ ഇഗ്നോ തന്നെ സ്റ്റുഡൻറ്റ് സർവീസിൽ പോയി കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് പോയിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊരു വീഡിയോ എടുത്തത് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരിക്കലും സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ട് പഠിക്കാൻ തുടങ്ങാമെന്ന് കരുതിയിരിക്കരുത്. അഡ്മിഷൻ എടുത്ത ഉടനെ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ സോഫ്റ്റ് കോപ്പി ഓപ്റ്റ് ചെയ്യുന്നവരുടെ പോലെ തന്നെ ഈ ഇഗ്നോ കോണ്ടൻറ്റ് ആപ്പിൽ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നോക്കി പഠിക്കേണ്ടതാണ്. ഒരിക്കലും സമയം കളയരുത്. ഇനി നിങ്ങൾ കുറേ കാലം വെയിറ്റ് ചെയ്തു എന്നിട്ടും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ വിളിച്ചിട്ട് നിങ്ങൾ വിവരം അറിയിക്കുക. അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിൽ മാത്രം വിളിച്ച് അന്വേഷിക്കുക. വേറെയുള്ള റീജിയണൽ സെൻറ്റർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറേ പേര് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ഒരു മോർ ദൻ 5 years എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ഇത് രണ്ടും ഇതിലേതെങ്കിലും ഒന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എന്താവശ്യത്തിനും നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അസൈൻമെൻറ്റ്സോ പ്രോജക്ട്സോ അങ്ങനെ ഏത് ഹെൽപ്പിന് വേണ്ടിയിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.